ചക്ക സീസണായ പിന്നെ ദേ വീട്ടിൽ മിക്ക ദിവസവും ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. ചക്ക നന്നാക്കലും വഴറ്റലും ചക്ക വരട്ടിന്നുണ്ടാക്കലും പിന്നെ ചക്കുപ്പേരി ചക്ക വിഭവങ്ങളായിരിക്കും നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ ദേ നമ്മുടെ അവിടെ നിന്ന് 2 ചക്ക പഴുത്ത് വീണിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വരട്ടാം. അപ്പോൾ ചക്ക വരട്ടാന്ന് പറഞ്ഞത് ഞങ്ങൾ നന്നാക്കാനിരുന്നുണ്ട്. അപ്പോൾ ദേ അടുത്തുള്ള നമ്മുടെ കാർത്തികനും ഉമ്മയും അമ്മായിയും എല്ലാവരും കൂടി എത്തിയിട്ട് നല്ല വർത്താനത്തിലാണ് നമ്മുടെ ചക്ക നന്നാക്കൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. കാർത്തികനും മുമ്പൊക്കെയാണെങ്കിൽ ഇങ്ങനത്തെ പണികൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്ക നന്നാക്കലും പിന്നെ കായ നന്നാക്കലും അങ്ങനെ എന്ന് വേണ്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറേ കൂടുതൽ സാധനങ്ങളൊക്കെ നന്നാക്കാനുണ്ടെങ്കിൽ ആൾ വിളിച്ചാൽ നല്ല സഹായമാണ് കേട്ടോ. എല്ലാ കാര്യവും ചെയ്തു തരും. ആൾ വന്നാൽ പിന്നെ അതേ എല്ലാ പണിയും ആളെ ഏറ്റെടുത്തോളും. അത് തന്നെ അതേ ഒരു ചക്ക അങ്ങനെ നന്നാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചക്ക വെട്ടുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതേ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പെട്ടെന്ന് തന്നെ അടുത്ത ചക്കയും നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞതെന്നറിയോ. ഇതേമാതിരി വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ പണി പോണത് തന്നെ അറിയില്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ അമ്മയും അമ്മമ്മയും എല്ലാവരും കൂടി ഇതേമാതിരി വട്ടിട്ട് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഞാനൊക്കെ നമ്മൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ച് ഇവിടെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമുക്കതിൻ്റെ ഇടയിലിരുന്ന് വർത്താനം പറയാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ഇവരുടെ വർത്താനമൊക്കെ കേൾക്കാൻ വന്നിരിക്കുമ്പോൾ അമ്മയും അമ്മമ്മയൊക്കെ ഇടയ്ക്ക് പറയും, നീ എന്താ വർത്താനം വർത്താനം പറയണത് കേട്ടോണ്ടിരിക്കണേ, അകത്ത് പോയിരുന്ന് പഠിക്കടി എന്ന് പറയും. പക്ഷെ ഇപ്പതേ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തരുടെ കുറ്റവും കുറവും ഗോസിപ്പുകളും ഒക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമാണല്ലോ. ഇങ്ങനെ ഇരുന്ന് കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഇത് ചെയ്യാൻ. അങ്ങനെ ചക്കച്ചോളൊക്കെ പറിച്ചതേ ആ പാത്രത്തിലാക്കിയിട്ടുണ്ട്. പാത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട് ചക്കച്ചോള. ഇനി നമുക്കത് കൊണ്ടുപോയിട്ട് ചക്ക വരട്ടാനുള്ള ഉദ്ദേശമാണ്. അപ്പം അമ്മ ഇപ്പം തന്നെ ദേ ചക്കൊക്കെ വരട്ടി വയ്ക്കാനുള്ള ഉദ്ദേശമാണ്. ഇനി നമുക്ക് വരട്ടിയതെടുത്ത് കഴിക്കാനും അട ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ചക്ക വരട്ടലാണ് കേട്ടോ ഈ സീസണിലെ. അങ്ങനെ 2 ചക്ക നന്നാക്കിയിട്ട് ഇതേ ഒരു വലിയ പാത്രം നിറച്ച് ചക്കച്ചോള കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. കാണണമാതിരി തന്നെയാണ്, അടിപൊളി ടേസ്റ്റാണ്. കുറേ എടുത്ത് ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി വരട്ടാൻ വയ്ക്കണം. അതിന് വേണ്ടി ആദ്യം തന്നെ അമ്മ ഇത് നമ്മുടെ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതേ നല്ല ചക്കവീൽ ഉണ്ടാക്കി വെച്ചേക്കണേ. ഭയങ്കര ഇഷ്ടമാണ് ചക്കവീൽ. അപ്പോൾ ഞാൻ അതിലേക്ക് ടേസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി അമ്മ അത് കുക്കറിലിട്ട് വേവിച്ചിട്ട് ഇനി അരച്ചിട്ട് വേണം നമ്മൾക്ക് വരട്ടാൻ വേണ്ടി വെക്കാൻ. ഈ വരട്ടാന വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയി. വരട്ടിയത് 2-3 വരട്ടി ചക്ക വരട്ടിയത് കൊണ്ടുവന്നപ്പോഴാണ് അയ്യോ ഇതൊക്കെ വരട്ടി കഴിഞ്ഞു എന്ന് വിചാരിച്ചത്. മറ്റേ നമ്മുടെ കാർത്തികനും ഉമ്മയാണെന്നുണ്ടെങ്കിൽ ആ ചക്ക മടലൊക്കെ വെട്ടി നമുക്ക് പശുവിന് കൊടുക്കണം. അപ്പോൾ ഒന്നിച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കുറേശ്ശെ ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബക്കറ്റിലാക്കി എടുത്ത് വെച്ചേക്കുക കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ നന്നാക്കി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ദേ അമ്മ ഒരു ചെറിയ ടിന്നിൽ നിറച്ച് ചക്ക വരട്ടിയതും കൊണ്ട് വന്നേക്കണു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചക്ക വരട്ടിയതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മ ഇത് എനിക്ക് കോരി തിന്നാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ചക്ക വരട്ടിയത് വേറെ ഫ്രിഡ്ജിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അട ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും ഒക്കെ വേണ്ടി. ഇത് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയാനൊന്നുമില്ല, ഒത്തിരിപ്പിന് അങ്ങോട്ട് തീർക്കാവുന്നതുള്ളൂ. പക്ഷെ ഞാനത് എടുത്ത് വയ്ക്കും. എനിക്കൊരു സാധനം കിട്ടിയാൽ എടുത്ത് വയ്ക്കണ ഒരു ചെയ്യലുണ്ട്. ഒരു മിഠായി കിട്ടിയാൽ വരെ കുറേ നാൾ ഇത് തിന്നാൽ പിന്നെ തീരൂല എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വയ്ക്കും. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടുമെന്ന് തോന്നണില്ല. എൻ്റെ പിള്ളേർ കണ്ടാൽ അത് അവർ അകത്താക്കലാണ് പണിത്. ഇത് പക്ഷേ ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് മാത്രമുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 പേരല്ല 3 പേരും ചക്ക അലർജി ഉള്ള ആൾക്കാരാണ്. ചക്ക വരട്ടിയത് അധികം കഴിക്കില്ല. പിന്നെ മീനാക്ഷി മാത്രമാണ് കുറച്ച് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സമാധാനമായിട്ട് എനിക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തു വെച്ചാൽ എനിക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. നല്ല പണമുണ്ടോ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഉണ്ടോ. അപ്പം ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്ക വരട്ടിയത് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം അത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇത് കഴിയണവരെ കഴിയാനൊന്നുമില്ല.
ഒറ്റയിരിപ്പിന് തീർക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാനത് നാളേക്ക് വേണമല്ലോ, അപ്പം അതുകൊണ്ട് എടുത്തു വെച്ചു. ഒരെണ്ണോണ്ട് എടുത്തിട്ട് എടുത്തു വയ്ക്കാം. ഇന്നത് നോണ്ടിരിക്കും. ഇതും വെച്ച് TV-യും വെച്ചിരുന്നാലുണ്ടല്ലോ തീരണ വഴിയറിയില്ല. ചക്ക ഉണ്ടെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി പോകട്ടോ. ഒരു രക്ഷയില്ലടോ, കഴിച്ചോണ്ടിരിക്കും. ഇതെനിക്ക് മാത്രമുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അയ്യോ